तुम्हारा नाम क्या है നമുക്ക് ചോദിക്കട്ടെ അല്ല പിന്നെ ए भैया हे भैया तुम्हारा नाम क्या है മലയാളികൾ ഇവിടെ മിണ്ടാനില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഹിന്ദിക്കാരന്വേഷിച്ചു പോകും വർത്താനം പറയാനായിട്ട്. ഞാൻ വിളിക്കട്ടെ ഭയ്യ വിളിക്കട്ടെ വിളിക്കട്ടെ ഭയ പേരൊക്കെ ചോദിച്ചു പോട്ടെ ഞാൻ ചോദിക്കട്ടെ വീട് എവിടെയാ നാട് എവിടെയാന്ന് പറയട്ടെ हे भैया तुम्हारा नाम क्या है तुम्हारा घर कहाँ है ना ചോദിച്ചു പോട്ടെ ഞാൻ ആശ്രയിച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. കാരണം അവളെ എറണാകുളത്തേക്കും കൊണ്ടുപോകണ്ട ഒരു കുളത്തേക്കും കൊണ്ടുപോകണ്ട ഒരു തോട്ടിക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലേ കണ്ണാ? സ്വാഗതം കുഞ്ഞേ, സ്വാഗതം. കണ്ണനെ അമ്മാമ്മയുടെ ക്യാമറാമാൻ്റെ വക സ്വാഗതം. അമ്മാമ്മയുടെ കയ്യിലിരിക്കണ കണ്ണയിലിരിക്കണേ. കണ്ണാ നമുക്ക് കാറിൽ കറങ്ങാൻ പോയാലോ? കാറിൽ കല്ലൂനെയും കൊണ്ട് ഞാനിപ്പോൾ ബൈക്കിൽ പോകാൻ പോവാം. അത് കഴിയുമ്പോൾ കണ്ണനെയും കൊണ്ട് കാറിൽ പോകണം. ലൈസൻസ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കിടാങ്ങളെ കൊണ്ടുപോകാണ്ട് വീട്ടിലിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് തൃശ്ശൂർക്ക് പോവാം അല്ലേ കണ്ണാ? എറണാകുളം എറണാകുളം കുളത്തേക്ക് പോയാൽ മതി. കല്ലൂര് എറണാകുളം, നിനക്ക് തൃശ്ശൂര്. കണ്ണൻ ഗേറ്റ് വരെ ഞാൻ കൊണ്ടുപോകും. അതാ നമുക്ക് പറ്റുള്ളൂ. ഗേറ്റ് വരെ കൊണ്ടുപോകും. അച്ഛൻ പറഞ്ഞേക്കുന്നത് ഗേറ്റ് പൂട്ടിട്ടിട്ട് നീൻ്റെ ഉള്ളിലിട്ട് ഓടിച്ച് പഠിച്ചോ, വണ്ടി പുറത്തേക്ക് പോയി ആപത്തൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന്. ഇവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇടിച്ചു നിന്നോളുന്നു. അങ്ങനെയാണ് അച്ഛൻ പറഞ്ഞേൽപ്പിച്ചേക്കണം. അതുകൊണ്ട് ഞാൻ ഈ ഗേറ്റ് വരെ തന്നെ കൊണ്ടുപോകും. ഗേറ്റ് പൂട്ടിയിടാം. അല്ലെങ്കിൽ വണ്ടി എക്കടയിലും പോയാൽ അപ്പുറത്ത് പറഞ്ഞു ക്യാമറാമാൻ ചതിച്ചു. ക്യാമറാമാൻ പകുതിക്ക് വെച്ചിട്ടേ ആളുടെ മൂഡ് മാറി ഞാൻ വീഡിയോ എടുത്ത് തരുന്നു പറഞ്ഞിട്ട് ആളുടെ പാടും നോക്കിപ്പോയി. കല്യാണിനെ ആശ്രയിച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. കാരണം അവളെ എറണാകുളത്തേക്കും കൊണ്ടുപോകണ്ട ഒരു കുളത്തേക്കും കൊണ്ടുപോകണ്ട ഒരു തോട്ടിക്കും കൊണ്ടുപോകണ്ടേ. അവളെ എറണാകുളത്തേക്ക് കൊണ്ടുപോകണം. അവളെ അമ്മന്ന് വന്നത്. അമ്മ എന്തൊന്നും ഉണ്ടാത്തെ അമ്മക്ക് വീഡിയോയിൽ വർത്താൻ അല്ലേ? അതെ, വീഡിയോ ഒന്ന് മാറിക്കിട്ടാ. വീഡിയോ എടുത്ത് ഞങ്ങളെ പറ്റിച്ചാള് പകുതിക്ക് വെച്ച് പറ്റിച്ചു പോയി. അവൾക്ക് വീഡിയോയിൽ നിൽക്കാനും ഇഷ്ടമല്ല, വീഡിയോയിൽ നിൽക്കാനും ഇഷ്ടമല്ല, വീഡിയോ എടുക്കാനും ഇഷ്ടമല്ല. കണ്ണാതെ പശു വരുന്നേ. കല്ലൂനും കൊണ്ട് വെറുതെ ബൈക്കിൽ ഇറങ്ങിയിട്ട് വരാം. കാണാനും കൊണ്ട് എന്തായാലും ബൈക്കിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ കല്ലൂനും കൊണ്ട് ബൈക്കിൽ ഇറങ്ങിയിട്ട് ബാക്കിലും ഇല്ല ഫ്രണ്ടില്. ഫ്രണ്ടില് ബാക്കിൽ പോയില്ല, ഫ്രണ്ടില്. ഇവിടെ കയറിയിരിക്കും നിൽക്കട്ടാ. എന്റെ കണ്ണനെ കേട്ട് കേറ് 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 വെറുതെ കേറ് വാ. ഉറങ്ങിയാളെ കയറ്റുണ്ടെന്ന് പേടിപ്പിക്കല്ലേ. കണ്ണനെ പിടിച്ചിരിക്കും വെറുതെ. അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കി തരാം. അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കി. അവിടെ കയറേ കണ്ണാ പോവാ നമുക്ക്. കണ്ണാ പോവാ. ഡോറടക്കി കാല് പറ്റിച്ചടാ. ഞാൻ കാല് ഞാൻ കീറിടും. എങ്ങോട്ട് പോവാനൊന്നുമില്ല, അതവിടെ വരെ. കാല് മാറ്റിച്ച് കീറ് മാറ്റട്ടെ. അവസാനിച്ചിരിക്കുന്നു. അതുപോലെ തൊണ്ടിട്ടാ വണ്ടി സീറ്റുമല്ലേ. സീറ്റൊക്കെ
കണ്ണനെയും കൊണ്ടുപോയി കണ്ണ വണ്ടി പോണ്ട അതി കൂടെ വണ്ടി പോകുന്നുണ്ട്. അതെ കിളികളുണ്ട് അവിടെ. റോട്ടിൽ കൂടെ ആളുകൾ പോകുന്നുണ്ട്, കിളികളുണ്ട്, അപ്പുറത്തെ പറമ്പിൽ നനയ്ക്കുന്നുണ്ട്, കുറെ ഹിന്ദി മാമന്മാരുണ്ട് ഒക്കെ കാണുന്നുണ്ടാ. അമ്മ എന്നിട്ട് പറയാനാ വന്നേ? ക്യാമറ എവിടെ? ഹലോ കണ്ണനോട് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയൊരു ക്രൂരത ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോസ് ഒന്നും എടുക്കാണ്ടിരുന്നിട്ട് കണ്ണനോട് ഞാൻ വലിയ ക്രൂരത ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല കണ്ണ, പടക്കടാ, മോന്തയ്ക്ക് ഒന്ന് കൊടുക്കടാ കണ്ണ. ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാത്തു കെട്ടിയിരിക്കുന്ന ഒരു കുട്ടി, എന്നിട്ടോ വീഡിയോസ് ഒന്നും എടുക്കാണ്ട് മടി പിടിച്ചിരിക്കണ ഒരമ്മ. കൊടുക്കണം മോന്തയ്ക്ക്. ഹലോ കൊടുക്കണം മോന്തയ്ക്ക്. എവിടെ മോന്തയ്ക്ക്? എങ്ങനെ കൊടുക്കുക? എങ്ങനെ പടയ്ക്കുക? പടക്കി മോന്തയ്ക്ക് ഒന്ന് കൊടുക്ക്. കുറെ ദിവസമായി വീഡിയോ എടുക്കണം അമ്മയെന്ന് പറഞ്ഞ് കിടാവ് ഇവിടെ കിടന്ന് കരയാ. അമ്മ വീഡിയോ എടുക്കണ്ട. കൊടുക്ക് മോന്തയ്ക്ക് കൊടുക്ക്. മോന്തയ്ക്ക് ഒന്ന് കൊടുക്ക്. എന്താന്ന്? കടിക്കാനല്ല അടിക്കാൻ. കടിക്കാനല്ല പറഞ്ഞ അടിക്കാൻ. ഒരടി തന്നിട്ടുള്ള കാര്യമുള്ളൊന്ന്. അടിച്ചേ മോന്തയ്ക്ക് അടിച്ചോ. ഇനി മേലിൽ അമ്മ വീഡിയോ എടുക്കാണ്ട് മടി പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അമ്മേനെ ഇങ്ങനെ ഇടിച്ച് പൂസാക്കുമെന്ന് പറയും. പേടിപ്പിക്കടോ. അമ്മേനെ ഇത്തിരി പേടിപ്പിച്ച് നിർത്തിയാലേ കാര്യമുള്ളൂ. അമ്മേനെ ഇത്തിരി പേടിപ്പിച്ച് നിർത്തിയാലേ കാര്യമുള്ളൂ. അമ്മയുടെ മൂത്ത പുത്രനല്ലേ, പേടിപ്പിച്ച് നിർത്തിക്കോ അമ്മേനെ. കട്ടപ്പനല്ലേ ഋത്തിക് റോഷൻ കണ്ടിരിക്കട്ടെ, ക്യാമറയിലേക്ക് നോക്കണില്ല. നിങ്ങളെ മുഖത്തേക്ക് നോക്കണില്ല. ഏട്ടൻ കട്ടപ്പനല്ലേ ഋത്തിക് റോഷൻ കണ്ടിരിക്കുന്നു ഇവിടെ. അമ്മാമ്മന് ഇഷ്ട? വിഷ്ണു ഉണ്ണികൃഷ്ണ മാമന് ഇഷ്ട? വിളിച്ചാലോ നമുക്ക്? വീഡിയോ കോൾ ചെയ്താലോ? അമ്മ വീഡിയോ കോൾ ചെയ്തെടുക്കും മാമൻ. ഇൻസ്റ്റാഗ്രാമിൽ അമ്മയ്ക്ക് മെസ്സേജ് ഒക്കെ ഇടാറുണ്ട് മാമൻ. എടുക്കട്ടെ? വിളിക്കട്ടെ അമ്മ? വിഷ്ണു ഉണ്ണികൃഷ്ണ മാമനെ വിളിക്കട്ടെ? മാമനെ അമ്മയ്ക്ക് അറിയാമോ എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തില്ലേ? മാമനെ അമ്മയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്, കണ്ണന് ഷുഗറില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എപ്പോഴും വിളിച്ചാലും ചിലപ്പോൾ എടുക്കാൻ പറ്റുമെന്ന് വരില്ല മാമന്. എന്നാലും നമുക്കാണെങ്കിൽ വിളിച്ച് നോക്കാം. വിളിക്കണോ? എന്നാലും അമ്മയ്ക്കൊരു അടി തരാന്ന് പറഞ്ഞു തായോ. അമ്മമാര് കുറുമ്പ് കാണിച്ചാ മക്കളേന് നല്ല പട കിട്ടുന്നുള്ളത് കാണിച്ചു കൊടുക്ക്. അങ്ങനെയല്ല, പൊക്കും ഇങ്ങട്. പടക്കി അടിച്ചു പൊളിക്കടാ. കടിക്കാനോട് മുട്ടക്കോയേ. എൻ്റെ കണ്ണനെ ഞാൻ കാറിൽ കൊണ്ടുപോയില്ലോ. ഏതിക്കൂടെ കാറിൽ കൊണ്ടുപോയേ? എങ്ങനെ കൊണ്ടുപോയേ കാറില്? ഏതിക്കൂടെ കൊണ്ടുപോയത്? ഏജിക്കൂടെ കൊണ്ടുപോയത് കാറില്? ടൂട്ടി കൂടി എന്നോട് പറയല്ലേ? അവരൊക്കെ കണ്ടതാ ആദ്യം മുറ്റത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തത്തക കളിക്കുന്നത്. നീ റോട്ടി കൂടെ കൊണ്ടുപോയെന്നാണോ പറയല്ലേ? എല്ലാവരും കണ്ടതാ. ഇവിടുന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞു ഡ്രണ്ടോടി ഓട്ടിക്കളിക്കുന്നത്. ഇവിടെ റോട്ടിച്ച് കൊണ്ടുപോയെന്നു പറഞ്ഞ അമ്മനെ പൊക്കി പോടുകയൊന്നും ചെയ്യണ്ട. എല്ലാരും കണ്ടു. എല്ലാരും കണ്ടതാ. കണ്ണനിപ്പോ ഭയങ്കര വർത്താനൊക്കെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. ഇന്നലൊക്കെ എന്തായിരുന്നു എന്നറിയോ വർത്താനല്ല കണ്ണ? എന്തിട്ട് വർത്താനം പനിയെന്നല്ല അമ്മൻ്റെ അടുത്ത്? എന്ത് പഞ്ഞേ? കണ്ണ ഇങ്ങനെ ചുമക്കുന്നറിയോ കണ്ണ? കണ്ണുണ്ടാക്കണ ഒച്ചക്ക് ഞാൻ ഉണ്ടാക്കും. ഞാൻ ടോമിയാട്ടാ. കണ്ണ എങ്ങനെ സൗണ്ട് ഉണ്ടാക്കണം അതുപോലെ ഞാൻ ഉണ്ടാക്കും. ഞാൻ ടോമി എന്ന് എൻ്റെ പേര്. കണ്ണ വായ തുറന്നു, ഞാനും വായ തുറക്കുക. അയ്യോ വായടക്കണ വായടക്കണ. വർത്താനം പറയ്. ഇങ്ങനെ കാണിക്കുന്നതാണ്.
പിന്നെന്തിട്ട് കാണിച്ചേ ഓ ഓ കണ്ണ കുറെ വർത്താനം പറയാറുണ്ട് കേട്ടോ. ചില സമയത്ത് മാത്രമേ പറയൂ. ചുമ വന്നു കഴിഞ്ഞാൽ പിന്നെ വർത്താനാ. ചുമച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നിട്ട് ചുമ വരും ആൾക്ക്. എന്നിട്ട് കണ്ടൊക്കെ പറയൂ. അത് നമുക്ക് ചിരി വന്നിട്ടേ ചുമേനെ ചീത്ത പറയുന്നതാണാവോ, അതാണ് തൊണ്ട ശരിയാക്കണതാണാവോ, എന്താന്നറിയില്ല. ചുമ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കലപ്പില്ല വർത്താനം അവിടെ. ഞാൻ ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഞാൻ ക്യാമറ കൊണ്ടുവന്ന് വെച്ചപ്പോഴേക്കും എനിക്ക് കാര്യം മനസ്സിലായി. അപ്പൊ ഒന്ന് ഒതുങ്ങി. ആണെങ്കിൽ ഒന്ന് കണ്ടുപിടുത്ത ഇങ്ങനെയൊന്ന് ചുമ വരുമ്പോ ആ പിന്നെ അമ്മേ അമ്മ ചുമ വരുന്നേന്ന് പറയും. മരുന്ന് തരാൻ പറയും. ചുമച്ച എങ്ങനെയാ ചുമച്ച ബാക്കിയും കൂടെ പറയും. നമ്മുടെ കണ്ണാപ്പിന് നല്ലോണം ട്രെയിൻ ചെയ്ത് എനിക്ക് തോന്നുന്നു ആള് എന്തെങ്കിലുമൊക്കെ വരൂട്ട സംസാരം. അത് അങ്ങനത്തെ ഒരു ഇതെനിക്ക് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വേറെ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല, ഞാൻ തന്നെ വിചാരിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലേ അണ്ണാ? ചുമ വരുന്നേ ഓ ഓ ഓ പറഞ്ഞേ കേക്കട്ടെ. മറ്റേ അഭിച്ചേട്ടനില്ലേ, നമ്മള് ആലപ്പുഴ പോയപ്പോ കണ്ടില്ലേ അഭിച്ചേട്ടൻ? അഭിച്ചേട്ടന് വർത്താനം പറയാൻ അറിയൂല, പക്ഷെ അഭിച്ചേട്ടൻ ട്രൈ ചെയ്യുന്നുണ്ട്. പേരെന്താന്ന് ചോദിക്കുമ്പോ അബി എന്ന് പറയുന്നുണ്ട്. അപ്പൊ കണ്ണന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോ കണ്ണ പഞ്ഞേ പേരെന്താ പേരെന്തെന്നാ ഇങ്ങനെ പേര് പറയാ? ഒരാൾ പേര് ചോദിച്ചു കഴിഞ്ഞാൽ വായ തുറന്ന് കാണിച്ചു തരാ ചെയ്യാ? ഇങ്ങനെ പേര് പറയാ? പേരെന്തെന്നാ പേരെന്തെന്നാ? വീട് എവിടെയാ? പേരെന്തെന്നാ? ഓ വീട് എവിടെയാണ്? പേരെന്തെന്നാ? പേരെന്തെന്നാ? എന്നാണ് പേര് കുട്ടിയുടെ. ആ കുട്ടി ഈ കുട്ടിയുടെ പേര് എന്നാണ് കേട്ടാ. എല്ലാരും ഈ കുട്ടീനെ വിളിച്ചാളോ. ആ കുട്ടിയെ ഉമ്മാണ് പേര്. കുട്ടിയെ പിന്നെ പേര് ശരിക്കും പറയും. അമ്മ റോട്ടിക്കൂടെ പണം വണ്ടിയിൽ ഏതെങ്കിലും കയറ്റി കൊണ്ടുപോകാം. മര്യാദക്ക് പേര് പറഞ്ഞു. ദേ വണ്ടി പോണ അപ്പുറത്തെ വീട്ടിലെ മാമൻ ദേ പോണം. വണ്ടിയിൽ പോണാ? അപ്പൊ പേര് പറയും. കണ്ണൂസ് കണ്ണൂച്ച്. അമ്മ ഈ വണ്ടി പോണുണ്ടോ, ഓട്ടച്ച പോണുണ്ടോ? ഒന്ന് പറഞ്ഞ പേര് പറഞ്ഞ അമ്മക്ക്. കണ്ണൻ അറിയാട്ടെ, കണ്ണന്റെ പേര് പറയാനൊക്കെ അറിയാം. കണ്ണൻ പറയും. കണ്ണൻ വൈകാണ്ട് ഒരാഴ്ചക്കുള്ളിൽ കണ്ണൻ അമ്മ എന്ന് വിളിച്ചില്ലെങ്കിൽ നോക്കിക്കോ. നമുക്ക് ബെറ്റ് വെക്കാം. നമുക്ക് ഒരാഴ്ചക്കുള്ളില് കണ്ണൻ അമ്മ എന്ന് വിളിച്ചില്ലെങ്കിൽ നോക്കിക്കോ. ബെറ്റ് വിളിച്ചമ്മാന്ന്. അമ്മ എടി അമ്മേ. ഇന്ന് ട്രീറ്റ്മെന്റിന് സാറിന്റെ അടുത്ത് ചെന്നപ്പോ ഞാൻ കണ്ണനോട് വെച്ചേ കണ്ണൻ വർത്താനം പറയുമ്പോ ആദ്യം ആരെയായിരിക്കും ചീത്ത പറയാ? അപ്പൊ സാറ് പറയാ ആദ്യം എന്നെ ആയിരിക്കുമല്ലോ ചീത്ത പറയാ. ഞാനിങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോ വേദന എടുക്കുമല്ലോ. അപ്പൊ ഞാൻ പറയാ കണ്ണന്റെ അടുത്ത്, കണ്ണൻ ആദ്യമായിട്ട് ചിലപ്പോ വർത്താനം പറയാ എന്റെ സാറേ ഒന്ന് വിട് സാറേ എന്നായിരിക്കും പറയാന്ന്. ആണോ? ഡോക്ടറേ ഒന്ന് വിട് ഡോക്ടറേ, കിട്ടം വന്നല്ലോ. ഹലോ പറയൂടാ. ഞങ്ങളെ കണ്ണനെ അമ്മ വണ്ടിയിൽ കൊണ്ടുപോയില്ലേ, കാറിൽ കൊണ്ടുപോയില്ലേ? ഇനി എന്തില്ല കൊണ്ടോണ്ടേ? ബസ്സിൽ കൊണ്ടുപോണാ? ബസ് ഓടിക്കണാ? ട്രെയിനിൽ കൊണ്ടുപോണാ? പെട്ടിവണ്ടിയിൽ കൊണ്ടുപോണാ? ലോറിയിൽ കൊണ്ടുപോണാ? JCB ഇതിൽ കൂടെ പോവാറുണ്ട്. അത് ആ മാമനോട് ചോദിച്ചിട്ട് ഒന്ന് JCB ഓടിക്കാൻ തരുമോ ചോദിക്കണാ? കണ്ണന് വെച്ചിട്ട് അവിടെ പാടത്ത് ട്രാക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ട്രാക്ടർ ഓടിക്കാൻ തരുമോ ചോദിക്കണാ? നമുക്ക് പോയാലോ? അവിടെ കുറെ ഹിന്ദിക്കാരൻ മാമന്മാരുണ്ട്. ഒന്ന് ട്രാക്ടർ തരുമോ? കണ്ണനെയും കൊണ്ട് ഞാനൊരു റൗണ്ട് പോയിട്ട് വരാം പാടത്ത് കൂടെ. അങ്ങനെ വെച്ചാലോ?
അതെ ഇങ്ങനെ കുത്തിരുന്ന് ചിരിച്ചാ മാത്രം പോരെ, എന്തെങ്കിലും ഇങ്ങോട്ട് ഒന്ന് പറയേ. ഞാനിവിടെ തന്നെയുണ്ട് വീട്ടില്. ഇവന് വേണം എനിക്ക് കൂട്ടുള്ളത്. അവൻ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കണെങ്കിൽ എനിക്കൊരു നേരം പോക്കായില്ലേ. ഇവൻ എന്താ എന്നോട് മിണ്ടാത്ത? എന്നോട് ഇത്രയ്ക്ക് ശത്രുതയാണ് അവന്. നോക്കിക്കോ, ഞാൻ മിണ്ടൂല. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്നെ വിളിക്കാണ്ട് ഞാൻ മിണ്ടൂല. ഞാനിത് പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ളതാ. എന്നിട്ടും ഇവൻ എന്നെ പിന്നെ ഒന്നും വിളിക്കില്ല. ഞാൻ നോക്കില്ലേ കാണാൻ എൻ്റെ മുഖത്തേക്ക്. സിനിമ കണ്ടിരിക്കട്ടെ. എന്നെ വിളിക്കാണ്ട് ഞാൻ എന്തിനു നോക്കുന്നു? ഞാൻ തന്നിരുന്ന് വർത്താനം പറയാ. രണ്ടാൾക്കാരുണ്ട് വീട്ടില്. എന്നിട്ടോ ഞാൻ തന്നിരുന്ന് ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരുന്നു ഞാൻ തന്നെ വർത്താനം പറയാ. എന്ത് മര്യാദ അത്? ഇവനെന്തെങ്കിലും ഒക്കെ നിങ്ങളുടെ അടുത്താണെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ? എന്റെ അടുത്താണെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ അവന്? ഉണ്ടല്ലോ എന്റെ അടുത്ത്. ശരിയൊന്നും വരുന്നില്ല. അമ്മാന്ന് വിളിച്ചപ്പോ എന്താ കുഴപ്പം? ഞാൻ തന്നെയല്ല അമ്മ, വേറെ അമ്മയൊന്നും ഇല്ലല്ലോ ഇവന്. പിന്നെ എന്തിനാ എന്നെ അമ്മാന്ന് വിളിക്കത്ര നാണക്കേട്? എന്നെ കാണാൻ ഭംഗിയില്ലാത്തോണ്ടാണോ? ദുഡിച്ചൊക്കെ എന്നാ പറയുന്നതിനെ? ഞാൻ മിണ്ടല്ലോ എന്റെ അടുത്ത്. ഞാൻ അവരാ ഹിന്ദിക്കാരുടെ അടുത്തൊക്കെ പോയി ഹിന്ദിയിൽ വർത്താനം പറയാൻ പോവാ. ഇവിടെ മലയാളം അറിയണ ഒരു ക്രാവുണ്ട്. അവൻ എൻ്റെ അടുത്ത് മിണ്ടണില്ലേ, ഞാൻ പോയി ഹിന്ദി പഠിക്കട്ടെ. എന്താന്ന് ഇവിടെ മലയാളം അറിയാൻ നല്ല പോലെ, ഇംഗ്ലീഷുകാരനൊന്നുമല്ല, നല്ല പോലെ മലയാളം അറിയാന്നിട്ട് ഇവൻ എൻ്റെ അടുത്ത് മലയാളത്തിൽ വർത്താനം പറയണില്ലല്ലോ. ഞാൻ അപ്പുറത്തെ പറമ്പിലെ വല്ല ഹിന്ദി ചേട്ടന്മാരുടെ അടുത്ത് പോയി വർത്താനം പറയട്ടെ ഹിന്ദിയില്. തുമ്മാരാ നാം ക്യാ ഹേ നമുക്ക് ചോദിക്കട്ടെ. അല്ല പിന്നെ ഏ ഭയ്യാ, ഹേ ഭയ്യാ तुम्हारा नाम क्या? മലയാളികൾ ഇവിടെ മിണ്ടാനില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഹിന്ദിക്കാരന്വേഷിച്ച് പോകും വർത്താനം പറയാനായിട്ട്. ഞാൻ വിളിക്കട്ടെ ഭയ്യാ, വിളിക്കട്ടെ? വിളിക്കട്ടെ ഭയ? പേരൊക്കെ ചോദിച്ചു പോട്ടെ ഞാൻ? ചോദിക്കട്ടെ വീട് എവിടെയാ നാട് എവിടെയാ വർത്താനം പറയട്ടെ? ഹേ ഭയ്യാ തുമ്ഹാരാ നാം ക്യാ ഹേ തുമ്ഹാരാ ഘർ കഹാ ഹേ ചോദിച്ചോട്ടെ ഞാൻ? ചോദിക്കട്ടെ? കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ലാംഗ്വേജിലൊക്കെ സംസാരിക്കുന്നത്. എനിക്കറിയാമല്ലോ കേട്ടാ. അല്ല എന്നാ അങ്ങനെയൊക്കെ ചോദിക്കട്ടെ ഞാൻ? തുമ്ഹാരാ ഘർ കഹാ ഹേ എന്നൊക്കെ ചോദിക്കട്ടെ? നീ മര്യാദയ്ക്ക് എന്നോട് മലയാളത്തിൽ വർത്താനം പറഞ്ഞു. നമുക്ക് ഇവിടെ മലയാളീസായിട്ട് മിണ്ടാണ്ട് നല്ല സുന്ദരമായിട്ട് വർത്താനം പറഞ്ഞിരിക്കുക. കലപ്പില്ല എന്ന്. ഇത് അവരുടെ അടുത്തൊക്കെ പോയിട്ടൊക്കെ നാണം കിടത്തണ്ട നീ. ഞാൻ മിണ്ടണ എനിക്ക് അമ്മാന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിൽ ഡിയേന്ന് വിളിക്ക്. ഇനിയിപ്പൊ അമ്മാന്ന് വിളിക്കാൻ ഇപ്പൊ ന്യൂ ജനറേഷനൊക്കെ അല്ലേ, എടാപ്പോടെ ബന്ധല്ലേ മക്കളൊക്കെ ആയിട്ട്. ഇനിയിപ്പൊ അങ്ങനെയാണെങ്കിൽ എടിയേ സ്വാതിയേ വിളിച്ചു. ഡി സ്വാതിയേ നിങ്ങടെ നോക്കിടിയേ. വിളിച്ചോ, പേര് വിളിച്ചോ? ഡി സ്വാതിയേ, തായേ വിളിക്കാ. ഡി ചായേ വിളിച്ചോ? ഞാൻ ചായന്ന് വിളിച്ചാ അത് എളുപ്പാടോ. ചായ് പറഞ്ഞേ, ചായ് പറഞ്ഞേ, ചായേ വിളിച്ചേ, ചായേ. അമ്മയുടെ ഒരു മാമനുണ്ട്, കിച്ചു മാമൻ അറിയില്ലേ? കിച്ചു മാമനെ കുഞ്ഞിലെ അമ്മേനെ സ്വാതിന്ന് വിളിക്കാൻ അറിയാണ്ടേ അവൻ എന്നെ ചുവാദിന്ന് വിളിക്കാം. അതുപോലെ കണ്ണൻ ചുവാദിന്നോ ചായന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചോ. വണ്ടിക്കാർ പലരും പോവും. ഞാനിപ്പോ ഹിന്ദിക്കാരെടുത്തേക്ക് പോകും വർത്താനം പറയേ. ഇവിടെ മലയാളി ഒരു ചെക്കനുണ്ടായിട്ട് എൻ്റെ അടുത്ത് മിണ്ടണില്ല. ഞാൻ ഹിന്ദിക്കാരെടുത്തേക്ക് പോകുമ്പോ വർത്താനം പറയാം. ഇന്ന് കണ്ണനെ കാറിൽ കറങ്ങാൻ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കണ്ണൻ എന്നോട് ഇങ്ങനെ പറയും, പോയി എങ്ങനെ വിളിക്കുക? കാറിൽ കറങ്ങാൻ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും. പരസ്യമായില്ല ഈശ്വര, അല്ലെങ്കിൽ കട്ടപ്പനയിലെ ഋത്തിക് റോഷനെ കാണായിരുന്നു.
വിളിക്കടോ, പോയിന്ന് വിളിക്കേ. അങ്ങനെയല്ല, അതല്ല തെറ്റി. പോയി അമ്മേ വിളിച്ചേ. ഞാൻ ചോദിക്കട്ടെ, അവൻ ആരാളെന്ന് അറിയോന്നറിയാം. മോന്റെ അമ്മേതാ? വിശ്വ അതൊക്കെ അറിയാം. മോന്റെ അമ്മേതാ? അറിയാലേ. അപ്പൊ എന്താ വിളിച്ചാല്? അറിയോണ്ടല്ലോ അല്ലേടാ നിനക്ക്. എന്താ വിളിച്ചാല്? വിളിക്കടാ, അമ്മാന്ന് വിളിക്കടാ. ഫാൻ എവിടെ? ഫാൻ എവിടെ? ഫാൻ അതറിയാം. അതറിയാം. ടി വി എവിടെ? ടി വി അവിടെ ഉണ്ട്, അതും അറിയാം. റോഡ് എവിടെയാ? റോഡ് അവിടെയാണ് റോഡ്, അതും അറിയാം. വാതിൽ എവിടെയാ? വാതില് പിന്നിൽ നിൽക്കുന്നുണ്ട്, അതും അറിയാം. ക്യാമറ എവിടെയാ? ക്യാമറ അതും അറിയാം. അമ്മ ഇരിക്കുന്ന കസേര ഏതാ? അമ്മ ഏത് കസേര അമ്മ ഇരിക്കുന്ന? കസേര പിന്നിലുണ്ട്, അതും അറിയാം. കണ്ണൻ്റെ ട്രൗസർ എവിടെയായിട്ട്? ഇന്നിട്ടാണ് ട്രൗസർ ഒന്ന് കാണിച്ചെന്നേ. ഇന്നിട്ടേക്കണ ട്രൗസർ, തോലിട്ടേക്കണ ട്രൗസർ അല്ല, ഇന്നിട്ടിട്ടുള്ള ട്രൗസർ. അതന്നെ, അതും അറിയാം. എൻ്റെ മുടി എവിടെയാ? എൻ്റെ മുടി എൻ്റെ കാർക്കൂന്തല്, എൻ്റെ എൻ്റെ കാർക്കൂന്തല്. ഓട്ടർഷ പൊണ്ണതി കൂടെ. ഇനിയിപ്പോൾ അതൊന്ന് പോട്ടെ. എൻ്റെ കണ്ണേട്ടാ. അമ്മയുടെ മുടി എവിടെയാ? അമ്മയുടെ മുടി ഏതാ? അമ്മൻ്റെ മുടി ഏതാ? അവൻ വണ്ടി ഓടിക്കുന്ന പോലെ അവന്റെ പരാക്രമം. അമ്മയുടെ മുടി ഏതാടോ? മുടി അറിയില്ലേ? എൻ്റെ മുടി എൻ്റെ കോർക്കൂന്തല് കാണിച്ചു കൊടുക്കടത്തേക്ക് എടുക്കുന്നു. ഏതാ? കോഴിവാലി. ഇവനെല്ലാം അറിയാം കള്ളന്. ഇനി നമ്മളെ സ്പീച്ച് തെറാപ്പിക്കൊക്കെ പോകുമ്പോഴേ അവർ നമ്മളെടുത്ത് പറയാറുണ്ട്, ഫസ്റ്റ് ടൈമിലൊക്കെ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ പിക്ചറൊക്കെ വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കാണിച്ചിട്ടാണെങ്കിലും നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇന്ന വസ്തുവാണ് അതെന്ന് മനസ്സിലായാൽ മാത്രമാണല്ലോ അത് പറയാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഇപ്പോൾ ഇത് കണ്ണനാണെന്ന് എനിക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ കണ്ണാന്ന് വിളിക്കില്ലല്ലോ അല്ല, ഇത് കണ്ണനാണെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ ഇവനെ കണ്ണാന്ന് വിളിക്കുന്നത്. അപ്പം ഇത് കണ്ണനാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പം അതുപോലെ തന്നെ കുട്ടികൾ ആദ്യം ഒബ്ജക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അത് പറയാനായിട്ടുള്ള ഒരു ഇത് വരുള്ളൂ. പിന്നെ എന്തെങ്കിലും അവരുടെ ഞരമ്പുകൾ തളർന്നു കിടക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പം അതിനാണ് നമുക്ക് ഇങ്ങനെ ഓരോ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം അതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ സാറ് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസങ്ങൾ അവനുണ്ട്. അവനിങ്ങനെ തൊണ്ടയിലൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോഴേ നല്ല രീതിയിൽ അവന് സൗണ്ടുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ സൗണ്ടിൻ്റെതായുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് അവനിങ്ങനെ തോന്നുന്നുണ്ട്. അതിപ്പോൾ ഈ ചുമ വന്നപ്പോഴാണ് കൂടുതലും. ചുമ വരുമ്പോഴേ ആൾ ചുമയ്ക്കുന്നതോടൊപ്പം തന്നെ വേറെ എന്തൊക്കെയോ സൗണ്ട്സ് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തൊണ്ട ശരിയാക്കുന്ന പോലെയൊക്കെ അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ സൗണ്ടുകൾ ഇങ്ങനെ വരാത്ത സൗണ്ടുകളൊക്കെ വരുന്നുണ്ട് അവന്. റോട്ടിൽ കൂടെ മുന്നോരം നോക്കി ചിരിക്കും, ആളുകൾ നോക്കി ചിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കണ്ണനെ ഞാൻ ഇനി നാളെ കാറിൽ കൊണ്ടുപോകും, ബസ്സിൽ കൊണ്ടുപോകും, ലോറിയിൽ കൊണ്ടുപോകും, ടെമ്പോയിൽ കൊണ്ടുപോകും. അല്ലേ? നമുക്ക് നിർത്താം, വീഡിയോ നിർത്താം. വയ്യാണ്ടേ വർത്താനം പറഞ്ഞു. ഞാൻ മാത്രമേ വർത്താനം പറയുന്നുള്ളേ. ഇവിടെ ഒരാളെ ഞാൻ വെറുതെ ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്നിരുത്തേക്കാ. വർത്താനം പറയാനും ഇല്ല, ഒന്നും മിണ്ടി പറയാനുള്ളതാ. സ്കൂളിലും പോണില്ല, ഒന്നും പോണില്ല, മടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നൊന്നും മിണ്ടി പറഞ്ഞിരിക്കുക. എൻ്റെ അടുത്ത് ചില കഥയൊക്കെ പറഞ്ഞു തരാം. നാളെ സിനിമ കാണാൻ എൻ്റെ കഥ ഒന്ന് പറഞ്ഞു തന്നെ. ആരായില് ബ്രഹ്മയുഗം കാണാൻ പോണ്ട? മമ്മൂട്ടിയുടെ സിനിമ, ഞങ്ങൾ മോഹൻലാലിൻ്റെ ആളാ. ലാലേട്ട അങ്ങനെ പറയാ, ലാലേട്ട. എവിടെ ലാലേട്ടൻ? ലാലേട്ടൻ എവിടെയാ? എവിടെ ലാലേട്ടൻ? പിന്നെ എവിടെ ഇരുത്തേക്ക ലാലേട്ടനെ പടങ്ങുന്നാണ് പറയാ. അപ്പൊ ഞങ്ങളേ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. കാണാ, ടാറ്റ ബൈ ബൈ പറഞ്ഞേ. എടാ അവിടെ എല്ലാടെ ക്യാമറ. പിന്നെ റോഡ് കണ്ടു കഴിഞ്ഞാലും വണ്ടി കണ്ടു കഴിഞ്ഞാലും പിന്നെ ക്യാമറയും വേണ്ട, വീഡിയോയും വേണ്ട, ഒന്നും വേണ്ട. പേടിക്കുന്നുണ്ട് അവിടെ ഒരാള് ക്യാമറ. അതാണ്. കടിക്കും. എന്നിട്ട് ടാറ്റ പറഞ്ഞേ. ടാറ്റ ബൈ ബൈ ചെയ്യൂ. ഉമ്മൂക്ക് ഒരു ഉമ്മൂക്ക്, ആന്റിമാർക്കൊക്കെ ഒരു ഉമ്മൂക്ക്. കൈ പിടിച്ച് കടിക്കാനല്ല. ഉമ്മ ചുരുമണി. കടിച്ചു